ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം 8 പ്രവർത്തനങ്ങളാണുള്ളതിൽ. ഇതിൽ 6 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾക്ക് അറിയാവുന്ന ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്നൊക്കെ ആലോചിച്ച് അതൊക്കെ ടിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 1. സ്കൂൾ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാനായി കുട്ടികൾ കൊണ്ടുവന്ന വിവിധ തരം സസ്യങ്ങളുടെ നടീൽ വസ്തുക്കളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പയർ, മധുരക്കിഴങ്ങ്, പടവലം, കുമ്പളം, മത്തൻ, കോവൽ, പാവൽ, വെള്ളരി. ചോദ്യം ഇതാണ്: ഈ സസ്യങ്ങൾ വളരുന്ന രീതിക്കനുസരിച്ച് അവയെ പട്ടികപ്പെടുത്തുക. ഉചിതമായ തലക്കെട്ട് ബിയിൽ നൽകുകയും വേണം. അപ്പോൾ ഇവിടെ ഒരു തലക്കെട്ട് അവിടെ നൽകിയിട്ടുണ്ട്. എന്താണ്? ഇഴവള്ളികൾ. അതിൽ മധുരക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പയറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പയർ ഏത് വർഗത്തിൽപ്പെട്ടതാണ്? യെസ്, പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഹികളാണ്. അപ്പോൾ നമുക്കിവിടെ ആരോഹികൾ എന്നെഴുതാം. ഓക്കെ, ആരോഹികൾ എന്നെഴുതാം. അപ്പോൾ ആരോഹികളുടെ കൂട്ടത്തിൽ എന്തൊക്കെ വരും? പയർ വരും, പിന്നെ ആര് വരും? പിന്നെ പടവലം വരും, പയർ, പടവലം, പിന്നെ പയർ, പടവലം, പിന്നെ കോവൽ. ഓക്കെ, കോവൽ, പിന്നെ പാവൽ. ഇവയൊക്കെ എന്താണ്? ആരോഹികൾ ആണ്. അപ്പോൾ കോവൽ, പാവലൊക്കെ ഈ ആരോഹികൾ വിഭാഗത്തിൽ പെടും. പിന്നെ ഇവിടെ ഇഴവള്ളിയിൽ എന്തൊക്കെ വരും? മധുരക്കിഴങ്ങ്, പിന്നെ കുമ്പളം, പിന്നെ മത്തൻ, വെള്ളരി. കുമ്പളം, മത്തൻ, വെള്ളരി, മധുരക്കിഴങ്ങ് ഇവ ഇഴവള്ളികളും. അതേപോലെ ആരോഹികളിൽ വരുന്നതാണ് പടവലം, കോവൽ, പാവൽ, പിന്നെ പയർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നൽകിയതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? വായിച്ചു നോക്കാം. ആറ്റുകൈതയിൽ ശ്വസനവേരുകൾ കാണപ്പെടുന്നു. ഓക്കെ, ആറ്റുകൈതയിൽ ശ്വസനവേരുകൾ കാണപ്പെടുന്നു. തെറ്റാണ്. മേന്തോന്നിയിലെ ഇലയുടെ അഗ്രങ്ങളിൽ പ്രധാനം കാണപ്പെടുന്നു. അപ്പോൾ എന്താണ്? ഇത് ശരിയാണ്. ഇനി അടുത്തത് പറ്റുവേരുകളിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ് കുരുമുളക്. ശരിയാണ്. പേരാളി ശിഖരങ്ങളെ താങ്ങി നിർത്താൻ പൊയ്ക്കാൽ വേരുകൾ സഹായിക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. വിത്ത് മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന് വേണ്ടി ഒരു കുട്ടി തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കൂ. ഇവയിൽ ഏതെല്ലാം സംവിധാനങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ സാധ്യതയുള്ളത്? സംവിധാനം 1 എന്താണ്? ജലാംശമില്ലാത്ത പഞ്ഞി. രണ്ടാമത്തേത് നനഞ്ഞ പഞ്ഞി. മൂന്നാമത്തേത് ജലാംശമില്ലാത്ത മണ്ണ്. നാലാമത്തേത് നനഞ്ഞ മണ്ണ്. അപ്പോൾ ഇതിൽ ഏതെല്ലാം സംവിധാനങ്ങളിലാണ് വിത്ത് മുളയ്ക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നനഞ്ഞ പഞ്ഞിയും, അതായത് സംവിധാനം 2, അതേപോലെ സംവിധാനം 4 നനഞ്ഞ മണ്ണിലുമാണ് വിത്ത് മുളയ്ക്കാൻ സാധ്യത ഉള്ളത്. ഇനി വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്താൻ സഹായകമായ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യുക. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഒരു പാഠഭാഗത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നതിന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് ബീജശീർഷമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം വളർന്ന് കാണ്ഡമായി മാറുന്നു. ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന 2ആണ്. ഓക്കെ, അപ്പം വിത്ത് മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമില്ല എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ പ്രവർത്തനം 3 നോക്കാം. ഇവിടെ എന്താണ്? നാവിൻ്റെ ചിത്രമാണ്. ഇവിടെ മധുരമുണ്ട്, കയ്പുമുണ്ട്. ഈ ഭാഗം മധുരമാണ്, ഈ ഭാഗം കയ്പാണ്. ഇനി ബി എന്താണ്? ഈ ഭാഗം ഉപ്പാണ്. എന്താണ്? ഉപ്പ്. ഇനി സി എന്താണ്? പുളിയാണ്. ഓക്കെ, നാവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന രസങ്ങളാണ്. അപ്പോൾ ഇവിടെ മധുരം, ഉപ്പ്, പുളി, കയ്പ്. ഇനി അടുത്തത് ചെവിക്ക് അപകടം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത്, വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്, ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്, ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത് തുടങ്ങി ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതിയാൽ മതി. എന്തെല്ലാം എഴുതാം? കൂർത്ത വസ്തുക്കൾ ചെവിക്കുള്ളിൽ ഇടരുത്, വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത്, ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത്, ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 4. ജൈവാവശിഷ്ടങ്ങൾ ജീർണിക്കുന്നത് സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായാണ്. സൂക്ഷ്മജീവികളുടെ മറ്റ് 2 ഉപകാരങ്ങൾ കൂടി എഴുതുക. ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. അപ്പോൾ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, എലിപ്പനി മുതലായവ ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ്. ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവ രോഗങ്ങൾ വായുവിലൂടെ പകരുന്നു. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി എന്നിവ സമ്പർക്കം മുഖേന പകരുന്നു. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 2 ശരിയായ. എന്താണ്? ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നീ രോഗങ്ങൾ വായുവിലൂടെ പകരുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. സൂക്ഷ്മജീവികളുടെ 2 ഉപകാരങ്ങൾ. ഒന്നാമത്തെ ഉപകാരം എന്താണ്? ജൈവാവശിഷ്ടങ്ങൾ ജീർണിക്കുന്നു. ഇനി നമുക്ക് എന്തെഴുതാം? പാല് തൈരാകുന്നു അല്ലേ? പാല് തൈരാകുന്നു. അതേപോലെ തന്നെ അരിമാവ് പുളിക്കുന്നു. ഇതൊക്കെ സൂക്ഷ്മജീവികളുടെ കൊണ്ടുള്ള നമുക്കുള്ള ഉപകാരങ്ങളാണ്. ഇനി അടുത്തത് കൃത്രിമോപഗ്രഹങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ശ്രദ്ധിക്കൂ. വിട്ടുപോയ കണ്ടെത്തി എഴുതുക. ഇവിടെ കൃത്രിമോപഗ്രഹങ്ങളുടെ ധർമ്മങ്ങൾ എന്തെല്ലാം, ഉപയോഗങ്ങൾ എന്തെല്ലാം? മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, സൈനിക പ്രതിരോധ പ്രവർത്തനം, പിന്നെന്താണ് നമുക്കിവിടെ എഴുതാം? പിന്നെ നമുക്ക് എന്തെല്ലാം എഴുതാം? കാലാവസ്ഥ പഠനം എന്ന് എഴുതാം അല്ലേ? കാലാവസ്ഥ പഠനം എന്ന് എഴുതാം. കൃത്രിമോപഗ്രഹം കൊണ്ടുള്ള നേട്ടങ്ങളാണ് കാലാവസ്ഥ പഠനം. പിന്നെ നമുക്ക് എന്തെഴുതാം? ബഹിരാകാശ ഗവേഷണം എന്ന് ഇവിടെ എഴുതാം. ബഹിരാകാശ ഗവേഷണം. ഇനി നമുക്ക് വേറെ എന്തെഴുതാം? ഭൂവിഭവങ്ങൾ കണ്ടെത്തൽ അല്ലെങ്കിൽ വനഭൂമികൾക്ക് തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഓക്കെ, അതൊക്കെ എഴുതാം. വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ. അപ്പം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 3 എഴുതുക. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപകാരങ്ങൾ, സേവനങ്ങൾ എല്ലാവർക്കും അറിയാലോ. വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനം, ബഹിരാകാശ ഗവേഷണം, ഭൂവിഭവങ്ങൾ കണ്ടെത്തൽ, സമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകൽ, വനഭൂമിക തണ്ണീർത്തടങ്ങൾ എന്നിവ കണ്ടെത്തൽ തുടങ്ങിയ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഏതെങ്കിലും എളുപ്പമുള്ള 3 എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്ന ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഏത്? അത് നമുക്ക് അറിയാമല്ലേ, ISRO. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ബഹിരാകാശ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് 2 ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് എഴുതുക. ആരാണ്? സുനിത വില്യംസ് ആണ്. ആരാണ്? സുനിത വില്യംസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 6. എന്താണ്? പ്രാണികളുടെ വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ്? ഉറുമ്പുണ്ട്, പുൽച്ചാടിയുണ്ട്, ശലഭങ്ങളുണ്ട്, വണ്ടുണ്ട്, ഈച്ചയുണ്ട്. ഇവയൊക്കെ പ്രാണികൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇവിടെ മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്ത്. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഇത് ഉരഗങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പം നമുക്കിവിടെ ഉരഗങ്ങൾ എന്നെഴുതാം. ഓക്കെ, ഇനി ഉരഗങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു. ഈ കൂട്ടത്തിൻ്റെ പൊതു സവിശേഷതകൾ എഴുതുക. എന്താണ്? ഉരഗങ്ങളുടെ ചർമ്മം വരണ്ടതാണ്. എന്താണ് എഴുതാം? ചർമ്മം വരണ്ടതാണ്. ഉരഗങ്ങളുടെ ചർമ്മം എന്താണ്? വരണ്ടതാണ്. പിന്നെ എന്താണ്? വേറെ ഒന്നും കൂടി നമുക്ക് എഴുതാം. എന്താണ്? ശൽക്കങ്ങൾ ഉള്ളവയാണ്. ഉരഗങ്ങൾ ശൽക്കങ്ങൾ ഉള്ളവയാണ്. അതും നമുക്ക് എഴുതാം. 2 പോയിൻ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ ഉരഗങ്ങൾ ചർമ്മം വരണ്ടതാണ്, ശൽക്കങ്ങൾ ഉള്ളവയാണ്. ഇനി താഴെ കൊടുത്ത കൂട്ടത്തിൽ പെടാത്തത് കൂട്ടത്തിൽ നിന്നും മുട്ടയിടുന്നവയെ കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിൽ എന്താണ്? വവ്വാലുണ്ട്, ചീങ്കണ്ണിയുണ്ട്, ഗപ്പിയുണ്ട്, എലിയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഗപ്പിനെ നമുക്ക് വേഗം എഴുതാം അല്ലേ? ഗപ്പി മുട്ട ഇടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ചീങ്കണ്ണിയും. അപ്പം ചീങ്കണ്ണിയും ഗപ്പിയുമാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇനി അടുത്തത് മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന
കുഞ്ഞുങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നത്? ഏതാണ്? ലാർവയാണ് കേട്ടോ. എന്താണ്? ലാർവ. ചോദ്യം ഒന്ന് വായിച്ചു തരാം. മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതും മുട്ട വിരിഞ്ഞുണ്ടാകുന്നതുമായ കുഞ്ഞുങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? ലാർവ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രവർത്തനം 7 നോക്കാം. നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഡ്രൈ ഡേ ആചരിക്കാറില്ല. ഇതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഡ്രൈ ഡേ പ്രവർത്തനം ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കുന്നു. അതിന് കാരണം എന്താണ്? ആഴ്ചയിൽ ഒരിക്കൽ എന്തുകൊണ്ടാണ് ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ്? കൊതുകിൻ്റെ മുട്ട വിരിയാൻ 8 ദിവസം ആവശ്യമാണ്. എന്താണ്? കൊതുകിൻ്റെ മുട്ട വിരിയാൻ 8 ദിവസം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ആരോഗ്യ കൊതുകിൻ്റെ മുട്ട വിരിയാൻ 8 ദിവസമാണ്. ഇനി അടുത്തത്, ചിരട്ടകൾ, പാത്രങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് കെട്ടി നിൽക്കുന്ന ജലം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? കൊതുകുകൾ മുട്ടയിടുന്ന എവിടെയാണ്? ഈ കെട്ടി നിൽക്കുന്ന ജലത്തിലാണ്. അതുകൊണ്ടാണ് കെട്ടി നിൽക്കുന്ന ജലം ഒഴിവാക്കുന്നത്. നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ച് ഒരേ ദിവസം ഡ്രൈ ഡേ ആരംഭിക്കും. നാട്ടിലെ വിവിധ ഇടങ്ങളിലെ കൊതുകിൻ്റെ മുട്ടകൾ ഒരുമിച്ച് നശിക്കുന്നു. ഇനി അടുത്ത, കൊതുകിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ നാം സ്വീകരിക്കുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. അറിയാലോ, കൊതുക് വല, പുകയിടൽ, മോസ്കിറ്റോ ബാറ്റ്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി അടുത്ത, താഴെ കൊടുത്തിരിക്കും കൊതുക് പകരത്തുന്ന രോഗം: ചെങ്കണ്ണ്, ക്ഷയം, ഡെങ്കിപ്പനി, കോളറ. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 8. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിയുടെ പേരെഴുതുക. ഇവ കൊണ്ടുള്ള 2 പ്രയോജനങ്ങൾ എഴുതുക. എന്താണ്? പവിഴപ്പൊറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? പവിഴപ്പുറ്റുകൾ. ഓക്കെ, പവിഴപ്പുറ്റുകൾ. വിവിധ ഇനം എന്തൊക്കെയാണ് അവയെ കൊണ്ടുള്ള ഉപകാരങ്ങൾ? വിവിധ ഇനം കടൽ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. വിവിധ ഇനം കടൽ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. പിന്നെ കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നു. പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ പ്രയോജനപ്പെടുന്നു. എന്തെല്ലാമാണ് പവിഴപ്പുറ്റുകളുടെ പ്രയോജനങ്ങൾ കൂട്ടുകാരെ? വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയുന്നു. പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ പ്രയോജനപ്പെടുന്നു. ഇനി അടുത്തത്, ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന മനുഷ്യരുടെ ഏതെങ്കിലും 2 ഇടപെടലുകൾ വ്യക്തമാക്കുക. ഏതൊക്കെയാണ്? 1 വനനശീകരണം, രണ്ടാമത്തേത് വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തൽ, പിന്നെ വിഷം കലക്കി മീൻ പിടിക്കൽ, കുന്നിടിക്കൽ. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. എന്തൊക്കെയാണ്? വനനശീകരണം, വയലുകളും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തൽ, വിഷം കലക്കി മീൻ പിടിക്കൽ, കുന്നിടിക്കൽ. ഇവ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഉത്തര സൂചികയാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിച്ചു നോക്കുക. നല്ല എളുപ്പമുള്ള ചോദ്യപേപ്പർ തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാൻ നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്